എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുവാനാണ് ഈ വീഡിയോയുമായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഒന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ നേരിട്ടുള്ള അറിയിപ്പാണ്. കേരളത്തിലെ ഇന്ന് 8, 9 ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ബാധകമായിട്ടുള്ള അവരെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. മറ്റൊന്ന് അവധി സാധ്യതയാണ്. അവധി അറിയിപ്പല്ല, അവധി സാധ്യതയാണ്. കൃത്യമായിട്ട് മുഴുവനായിട്ടും വീഡിയോ കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരെ കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ നടന്ന ഒരു ഉന്നതതല യോഗത്തിന് ശേഷം ചില കാര്യങ്ങളിൽ ഇപ്പോൾ വ്യക്തത വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും 8ാം ക്ലാസ്സുകാർക്കുള്ള പാസ് മാർക്ക് അറ്റ്ലീസ്റ്റ് ഒരു 30% ഓരോ വിഷയത്തിനും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് അടുത്ത ക്ലാസ്സിലേക്ക് ഈ അധ്യയന വർഷം മുതൽ കടത്തിവിടുന്നത് എന്ന അറിയിപ്പുകൾ നേരത്തെ തന്നെ വന്നിരുന്നു. അതിലിപ്പോൾ കുറച്ചുകൂടി വ്യക്തത വന്നിരിക്കുകയാണ്. ഇനി അഥവാ നിങ്ങൾക്ക് 30% മാർക്ക് നേടാൻ പറ്റിയില്ല എങ്കിൽ വേനൽ അവധിക്കാലത്ത് നിങ്ങളുടെ ആ പഠനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പിന്തുണ നൽകുകയും അതിനുശേഷം വീണ്ടും റീടെസ്റ്റുകൾ ഉണ്ടാകുകയും ചെയ്യും എന്ന വാർത്തകൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് സത്യത്തിൽ ഒരു തരത്തിൽ നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണം ചെയ്യുകയേ ഉള്ളൂ. കാരണം പഠന നിലവാരത്തിനോടൊപ്പം ആ ഒരു സിലബസ് ആവശ്യപ്പെടുന്ന തരത്തിലുള്ള കീ ഫാക്ടേഴ്സ് നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്നുകൂടി അറിയുവാനുള്ള, അത് അല്ലാത്തവർക്ക് ഒരു റീടെസ്റ്റ്, ഒരു പുനർശ്രമവും കൂടിയാണ്. ഇനി നമ്മുടെ അവധി അറിയിപ്പുകളിലേക്ക് വരാം, അവധി സാധ്യതകളിലേക്ക് വരാം. മറ്റൊന്നുമല്ല, കേരളത്തിലെ മഴ, ഒറ്റപ്പെട്ട മഴ സ്ഥലങ്ങളിൽ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പുതിയ അലർട്ടുകൾ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഓറഞ്ച് അലർട്ടിലേക്കോ റെഡ് അലർട്ടിലേക്കോ പോയിട്ടില്ല. നിലവിൽ തന്നെ ഇന്ന് ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. അതായത് ശക്തമായ മഴ, അതിശക്തമോ അല്ലെങ്കിൽ അല്ല, യെല്ലോ അലർട്ടാണ്. സാധാരണ ഒരു നോർമൽ മുന്നറിയിപ്പാണ്. നാളെ ഈ യെല്ലോ അലർട്ട് ഉള്ളത് കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ്, നോർത്ത് കേരളയിലാണ്. പക്ഷെ പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ജില്ലകളിൽ വളരെ ഹെവി റെയിൻ, നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവധി സാധ്യത മാത്രമാണ്. അവധി അറിയിപ്പ് ഉണ്ടാകാൻ നിലവിലത്തെ ഈ ഒരു യെല്ലോ അലർട്ട് വെച്ച് സാധ്യത ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപാട് വിദ്യാർത്ഥികൾ ഈ റെയിൻ ന്യൂസ് അപ്ഡേറ്റ് ചെയ്യുന്നത് പറയുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു അപ്ഡേറ്റ്, കാലാവസ്ഥാ മുന്നറിയിപ്പ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യുക. നല്ലൊരു ദിനം ആശംസിക്കുന്നു.